ഫാദർ ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ, ഈ ചടങ്ങുകളെക്കുറിച്ച് അങ്ങേക്ക് കൂടുതൽ പറയാൻ കഴിയുമല്ലോ. നേരത്തെ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും മാർപ്പാപ്പ സംസാരിക്കുന്നതിലെ ബൈബിൾ ഭാഗത്തെക്കുറിച്ചും വിശ്വാസഭാഗങ്ങളെക്കുറിച്ചും ഒക്കെ താങ്കൾ പറഞ്ഞതാണ്. ഇപ്പോൾ ആ ചടങ്ങുകളുടെ വിശദാംശങ്ങളൊന്ന് പറയാം. ഏറ്റവും പ്രായം കൂടിയ കർദിനാളിനെയാണ് ആദ്യം വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇറ്റാലിയനാണ്. അദ്ദേഹത്തിന് 99 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആഞ്ചലോ അച്ചേർബി എന്നാണ്. ഈ കർദിനാൾ സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ്. 99 വയസ്സ്. പക്ഷെ അദ്ദേഹത്തിന് വോട്ടവകാശമില്ല. 80 വയസ്സ് വരെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, എന്റെ ഡ്യൂട്ടി മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രായമായി എന്ന് അദ്ദേഹം തമാശ രൂപേണ പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ഇറ്റാലിയനാണ്. ദീർഘകാലം വിവിധ എംബസികളിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ കർദിനാളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കനായ പൂക്കാട്ട് പിതാവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നിലത്തെ നിരയിൽ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് പൗരസ്ത്യ സഭകളുടെ വസ്ത്രമായ കറുത്ത വസ്ത്രം ധരിച്ചു നിൽപ്പുണ്ട്. ഈ ചുമന്ന തൊപ്പി ബരേത്ത എന്നാണ് അറിയപ്പെടുന്നത്. അത് തന്നെ ചുമന്ന കളറ്, അത് രക്തസാക്ഷ്യത്തിൻ്റെയാണ്. സ്വന്തം ജീവൻ കൊടുത്തു പോലും വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കും എന്നുള്ള ഇതിന്റെ സിമ്പലായിട്ടാണ് അദ്ദേഹത്തിന് ചുമന്ന തൊപ്പി അദ്ദേഹത്തിന്റെ തലയിൽ മാർപ്പാപ്പ വെച്ചത്. പിന്നീട് മോതിരം അദ്ദേഹത്തെ അണിയിക്കും. അത് വിശ്വസ്തതയുടെ ഒക്കെ അടയാളമായിട്ടാണ് തീർച്ചയായിട്ടും മോതിരത്തെ നമ്മൾ വിശേഷിപ്പിക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ ടൈറ്റിലുള്ള പേപ്പൽ ബൂള അദ്ദേഹത്തിന് കൈമാറി. അതാണ് ഒരു പൈപ്പ് പോലെ ചുരുള് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന നമുക്ക് കാണാം. പേപ്പൽ ബൂളയും അദ്ദേഹത്തിന് കൊടുത്തു. അടുത്ത ആളെ വെച്ചിരിക്കുകയാണ്. ഈ 21 പേര് ഇപ്രകാരം ഓരോരുത്തരായിട്ട് കടന്നു വരും. സത്യം പറഞ്ഞാല് 21 പേരില് 5 പേര് ഇറ്റാലിയൻസ് ആണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നായിട്ട് 5 പേരുണ്ട്. പെറു എന്ന രാജ്യം, അർജന്റീന എന്ന രാജ്യം, എക്വദോർ എന്ന രാജ്യം, ചിലെ എന്ന രാജ്യം, ബ്രസീൽ എന്ന രാജ്യം. ഇങ്ങനെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 5 പേരെയാണ് പോപ്പ് തെരഞ്ഞെടുത്തത്. ഏഷ്യയിൽ നിന്ന് ജപ്പാനിൽ നിന്ന് ഒരാളുണ്ട്, ഫിലിപ്പൈൻസിൽ നിന്ന് ഒരാളുണ്ട്, ഇറാനിൽ നിന്ന് ഒരാളുണ്ട്, പിന്നെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഏവർക്കും പ്രിയങ്കനായിട്ടുള്ള പൂവക്കാട്ട് പിതാവുണ്ട്. യൂറോപ്പിൽ നിന്ന് 2 രാജ്യത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സെർബിയ എന്ന രാജ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. സെർബിയ ഭയങ്കര തണുപ്പുള്ള നിഗൂഢമായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് നമ്മൾ പറയാറുണ്ട്. സെർബിയ, അതുപോലെ ലുത്വാനിയ എന്ന രാജ്യത്തു നിന്ന് ഓരോരുത്തർ വെച്ചിട്ടുണ്ട്. പിന്നെ കാനഡയിൽ നിന്ന് ഒരാളുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാളുണ്ട്, UK നിന്ന് ഒരാളുണ്ട്. വീണ്ടും ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് 2 പേരാണ്. കോസ്ത ദവോറിയോ എന്ന രാജ്യത്തിൽ നിന്ന് ഒരാള്, അൾജേരിയയിൽ നിന്ന് ഒരാൾ. ഇങ്ങനെ 21 പുതിയ കാർഡിനൽസ് ആണ്. ഇതോടുകൂടി സഭയിൽ ഏതാണ്ട് 256 കാർഡിനൽസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ 141 ആളുകൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരിക്കും. ഈ കർദിനാൾമാരുടെ തിരഞ്ഞെടുപ്പ്, സ്ഥാനാരോഹണം, അതിന്റെ കാലയളവ് എങ്ങനെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് കാലയളവുണ്ടോ? തിരഞ്ഞെടുപ്പിന്റെ രീതി എങ്ങനെയാണ്? കൂവക്കാട്ടിൽ പിതാവിലേക്ക്, ആ പേരിലേക്കൊക്കെ എത്തുന്നതിന്റെ മാർഗങ്ങൾ, വഴികൾ എന്തെല്ലാമാണ്? ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പ്രത്യേകത ആരും ചിന്തിക്കാത്ത രീതിയിൽ അദ്ദേഹം ചിന്തിക്കുമെന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന്റെ രീതികളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിന്റെ അപ്പുറമാണ്. അപ്പോൾ പൂക്കാട്ട് പിതാവിനെ തിരഞ്ഞെടുക്കാൻ കാരണം തീർച്ചയായിട്ടും അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള പരിചയമാണ്. യാത്രകൾ ക്രമീകരിക്കുന്നു, ഫ്ലൈറ്റിൽ കൂടെ ഇരിക്കുന്നു. അപ്പോൾ കൂടുതൽ സമയം അദ്ദേഹത്തിനോട് ചെലവഴിക്കുന്നു. അപ്പോൾ സത്യസന്ധനായ, വളരെ നിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന, നോ പോലും ചിരിച്ചുകൊണ്ട് പറയുന്ന ആൾ പൂക്കാട്ട് പിതാവിനെ പറ്റി മാർപ്പാപ്പ വിശേഷിപ്പിച്ച അതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ആളെ നേരിട്ട് മാർപ്പാപ്പ തെരഞ്ഞെടുക്കുകയായിരുന്നു. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ് വിശ്വാസികളെ സംബന്ധിച്ചും ഈ പൗരോഹിത്യ ശ്രേണിയിലുള്ള ആളുകളെ സംബന്ധിച്ചും, അല്ലേ? അങ്ങനെ സാധാരണ നിലയിൽ സംഭവിക്കുകയില്ല. പക്ഷെ വലിയൊരു ഭാഗ്യമാണ്. അത് തന്നെയാണ് ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു UK നിന്നുള്ള ഒരു അച്ഛനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് റവറന്തോ പാദ്രെ തിമോത്തി എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മെത്രാനാകുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ കടന്നു വരും. അദ്ദേഹം വെള്ള ഉടുപ്പൊക്കെ ഇട്ടുന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു വൈദികനായി തന്നെ തുടരുകയാണ്. മാർപ്പാപ്പ പറഞ്ഞു വേണേ മെത്രാനായിക്കോളാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു വേണ്ട. അദ്ദേഹം വലിയ ധ്യാനഗുരു ഒക്കെയാണ്, പ്രായമുള്ള മനുഷ്യനാണ്, UK നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം വൈദികനായി തുടരും. സത്യത്തിൽ ഈ പ്രാവശ്യം 3 വൈദികരെയാണ് നേരിട്ട്
മാർപ്പാപ്പ കർദിനാളാക്കിയത്. അതിൽ 2 വൈദികരും മെത്രാപ്പൊലിത്തമാരായി. പക്ഷെ UK എന്നുള്ള ഈ വൈദികൻ മാത്രം ഞാൻ മെത്രാനാകുന്നില്ല, വൈദികനായി തുടർന്നുകൊണ്ട് കർദിനാളായിക്കോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ കടന്നു വരും. ഫാദർ ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ കോക്കാട്ടിൽ പിതാവിന്റെ ഊഴത്തിലേക്ക് എത്തുകയാണ്. ഈ ചടങ്ങ് വളരെ വേഗത്തിൽ വേഗത്തിലാണ്. 3 കർമ്മങ്ങളേ ഉള്ളൂ. ബരേത്ത എന്ന ചുമന്ന തുപ്പി ധരിപ്പിക്കുന്നു, പിന്നെ മോതിരം അണിയിക്കുന്നു, പിന്നെ ബൂള അതായത് നിയമന പത്രം നൽകുന്നു. അതുകൊണ്ട് അത് വളരെ എളുപ്പം നീങ്ങിപ്പോകുന്ന ഒരു കർമ്മമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപക്ഷെ പൂക്കാട്ട് പിതാവ് 20ാമതായിരിക്കും എത്തുന്നത്. അദ്ദേഹത്തിന്റെ പേര് കിടക്കുന്നത് 21 പേരിൽ 20ാമത്താണ് കിടക്കുന്നത്. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ അദ്ദേഹം എത്തും. 3 തരത്തിലുള്ള കർദിനാൾമാരുണ്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കർദിനാൾ ബിഷപ്പ്, കർദിനാൾ പ്രീസ്റ്റ്, കർദിനാൾ ഡീക്കൻ. അത് അവരുടെ സഭയിലെ ധർമ്മം അനുസരിച്ചാണ്. നമ്മുടെ പൂക്കാട്ട് പിതാവ് ഉയർത്തപ്പെടുന്നത് കർദിനാൾ ഡീക്കൻ എന്ന പദവിയിലേക്കാണ്. അതുകൊണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അത് സഭയിൽ പണ്ട് 7 ഡീക്കന്മാർ ആദ്യമ സഭയിൽ ഉണ്ടായിരുന്നു. അവരുടെ ഓർമ്മ ഉണർത്തുന്ന വിധത്തിലാണ് കർദിനാൾ ഡീക്കന്മാരെ നിയമിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും ധർമ്മം, മറ്റുള്ളവർക്ക് ശുശ്രൂഷ നൽകുക. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗവും മർക്കോസിന്റെ സുവിശേഷം അത് തന്നെയാണ്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായിട്ട് തീരുവാനുമാണ് ഞാൻ എത്തിയിരിക്കുന്നുള്ള ഈശോയുടെ വാക്കുകൾ തന്നെയാണ്. ലാറ്റിൻ ഭാഷയിലാണ് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ ആശീർവദിച്ച് അഭിനന്ദിച്ച് പറഞ്ഞയക്കുന്ന മാർപ്പാപ്പയാണ് നമ്മൾ കാണുന്നത്. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് 2 പേരാണ് ഉള്ളത്. കോസ്ത ദവോറിയോ എന്ന രാജ്യത്തും അൾജീരിയ എന്ന രാജ്യത്തും. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് മാർപ്പാപ്പ തിരഞ്ഞെടുത്ത പുതിയ കർദിനാൾ അത് കോസ്ത ദവോറിയോ അല്ലെങ്കിൽ ഐവറി കോസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യത്തെ കാർഡിനലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇഗ്നേസ് ബെസി ഡോഗ്ബോ എന്നാണ്. സെയിന്റ് ഇഗ്നേഷ്യസ് എന്ന നാമധാരിയാണ് അദ്ദേഹം. പുതിയ കർദിനാൾമാർ ഒരാള് വൈദികനായി തുടരുവാണെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. UK കാരനായിട്ടുള്ള ഒരു വൈദികനാണ്. അദ്ദേഹത്തിന്റെ പേര് പാദ്രെ തിമോത്തി എന്നാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്.